ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്. തണ്ണിമത്തനും കണിവെള്ളരിയും പരീക്ഷിച്ച് വിജയിച്ച മാവൂർപാടത്ത് ഷമാമും വിളയിച്ചു. പാരമ്പര്യ കർഷകൻ മരക്കാർ ബാവയാണ് മാവൂർപാടത്ത് പുതുതായി ഷമാം വിളയിച്ച് വിജയിച്ചത്. ഷമാം കൃഷി ചെയ്യുന്ന പാടങ്ങൾ സന്ദർശിച്ചും കർഷകരിൽ നിന്ന് ഉപദേശങ്ങൾ തേടിയും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വിത്ത് ലഭ്യമാക്കിയുമാണ് ഇദ്ദേഹം കൃഷി ഇറക്കിയത്. പഴുത്തുപാകമായ ഷമാം വിളവെടുപ്പ് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ടീച്ചർ നിർവഹിച്ചു. കാലാകാലങ്ങളായി പല രീതിയിലുള്ള കൃഷിയും ചെയ്യുന്ന ഒരാളാണ് നമ്മളെ കൃഷിക്കാരനായ മരക്കാർ ബാവ. ഇപ്രാവശ്യം വെറൈറ്റീസ് ആയിട്ട് ഫ്രൂട്ട്സ് ഇനത്തിൽ ഷമാം കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കണിവെള്ളരി വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. വിഷുവിനേക്കുള്ള നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെയുള്ള കണിവെള്ളരിയാണ് ഇവിടെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇതുപോലെ വത്തക്ക അടുത്ത ആഴ്ച വിളവെടുക്കാൻ ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഫ്രൂട്ട്സും പച്ചക്കറി, നെല്ല്, വാഴ എല്ലാ രീതിയിലുള്ള കൃഷിയും മാവൂർപാടത്ത് അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഒരു കൃഷി. വ്യാപകമായ രീതിയിൽ ഒരു സമാമ് കൃഷി ചെയ്ത് നോക്കുന്നത് ഫസ്റ്റാണ്. പല മേഖലകളിലും ഈ സമാമിൻ്റെ കൃഷി കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. കർണാടകവും കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് കിട്ടിയില്ല. ഈ കൊല്ലം സമാമ് കർണാടകത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലാണ് സമാമിൻ്റെ തോട്ടം എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇയാൾ വിദേശിയായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നമ്മൾ കിസാനെ വിളിച്ച് ഈ സംഭവം ഇങ്ങനെ വിത്തുണ്ടെന്നും നിങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തണമെന്നും പറഞ്ഞ് അവർ പിന്നെ ഏജൻസിനെ വിളിച്ച് സമാമിൻ്റെ വിത്ത് എനിക്ക് എത്തിച്ചു തന്നതാണ്. അപ്പോൾ ഇത് വെള്ളേരിൻ്റെ അതേ മെത്തേഡാണ് ഇതിൻ്റെ കൃഷി രീതി. മണലുള്ള മണ്ണും നല്ല ചൂടുള്ള പ്രദേശവും അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല യോഗ്യമായ സ്ഥലം. മണലുള്ള മണ്ണായിരിക്കണം, അതേമാതിരി തന്നെ ചൂടുള്ള പ്രദേശങ്ങളായിരിക്കണം. പിന്നീട് നിൽക്കുകയാണെങ്കിൽ കൃഷി ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ട. പുഴുക്കളെ ശല്യം ഭയങ്കരമായിരിക്കും. ആ പുഴുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി മൾച്ചി കൂളിംഗ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അത് ഇല്ലെങ്കിൽ പുല്ലിൽ മാത്രമാകുമ്പോൾ അതേമാതിരി തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് ഇതേമാതിരി ഒരു വരപ്പൊട്ട് വരും. അത് ഒരു പ്രശ്നമാണ്. നല്ല ഉൽപ്പാദനമായിട്ടാണ് കാണുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ ജ്യൂസ് അടിച്ചു ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ സമാമിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ പിന്നെ ഈ വേരിന് ശക്തി വരുന്ന പിന്നെ ഉമിക്ക് പോലുള്ളത് വളരെ നൈസായിട്ട് ഓവറായിട്ട് ചെയ്യരുത്. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ ഉമിക്ക് ചേർത്തിട്ട് ഒരു 100 ml എടുത്തിട്ട് ഒരു മൂടിൽ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അത്രക്കും എന്ന് വെച്ചാൽ അത് കീടനാശിനിയല്ല, പിന്നെ രാസവളമല്ല, ഒന്നുമല്ല. ഈ വേരിന് ശക്തി കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ മേഖലയിലുള്ള സാധനമാണ്. അത് ഉപയോഗപ്പെടുത്തുക. അതേമാതിരി തന്നെ 3-19 എന്ന് വെച്ചാൽ 19-19-19 എന്ന് പറയുന്ന രാസവളം 1 കിലോ എടുത്തിട്ട് 2 കിലോ എടുത്തിട്ട് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒരു 100 മില്ലി അത് ചെയ്താൽ മതി. രണ്ടും കൂടി ഒന്നിച്ച് യോജിച്ച് പിന്നെ ചെയ്യുകയാണെങ്കിലും 100 മില്ലി എടുത്തിട്ട് അത് ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് രാസവളം കൊടുക്കേണ്ട, ഓവറായിട്ട് മറ്റുള്ള ക്രിയകളൊന്നും ചെയ്യേണ്ട. അടിവളങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചാണകപ്പൊടി, അതേമാതിരി തന്നെ കോഴിവളം, ഇതൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനാണ്, നല്ല രീതിയിലുള്ള ഉൽപ്പാദനമായിട്ട് വരും. ഇത് കേരളം ഏറ്റെടുക്കും. ഇത് നല്ല ഒരു ഉൽപ്പാദനമാണ് എന്നുള്ളത് തന്നെയാണ്. 10 കൊല്ലം മുമ്പ് ഞാൻ വത്തക്ക കൃഷി ഉണ്ടാക്കുന്ന സമയത്തും ഈ മീഡിയൻ്റെ മുന്നിൽ പറഞ്ഞതാണ്, ഈ വത്തക്ക കൃഷി ലാഭകരമാണ്, കേരളം ഏറ്റെടുക്കും തന്നെയാണ്. ഇത് 2 കൊല്ലം കൊണ്ട് കേരളം ഏറ്റെടുക്കും. വളരെ ലളിതമായി കൃഷി ചെയ്യാൻ കഴിയുന്നതാണ്. യാതൊരുവിധ പ്രയാസപ്പെട്ട യാതൊരു സംഗതി ഇതിന് ഉപയോഗപ്പെടുത്തേണ്ട. 2.5 ഏക്കർ സ്ഥലത്ത് ഷമാമിനൊപ്പം കണിവെള്ളരിയും കക്കരിയും തണ്ണിമത്തനും കൃഷി ചെയ്യുന്നുണ്ട്. വിഷു അടുത്തെത്തിയതോടെ കണിവെള്ളരിയുടെ വിളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ എത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ദിവസങ്ങൾക്കുള്ളിൽ തണ്ണിമത്തനും വിളഞ്ഞു പാകമാകും. നെല്ലിനും നേന്ത്രവാഴയ്ക്കും പുറമെ വിവിധ ഇനം കൃഷികളും മാവൂർപാടത്ത് കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മിക്കതും മാവൂർപാടത്ത് വെച്ച് തന്നെ വിൽപ്പന നടത്തുകയാണ് പതിവ്. രുചി റെസ്റ്റോറന്റ്, ലെറ്റ് ദ ഫുഡ് സ്പീക്ക്, വളപ്പിൽ കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മാവൂർ. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.